മനീഷിന് മകന്റെ ഫർണിച്ചർ കടയിൽ ജോലി വാഗ്ദാനം ചെയ്യുന്ന തങ്കപ്പനാശാരി സെക്യൂരിറ്റിയായി 2 ലക്ഷം രൂപ ചന്ദ്രികയോട് ആവശ്യപ്പെടുന്നു. തട്ടിപ്പ് മനസ്സിലാവുന്ന ചന്ദ്രിക അത് നിരസിക്കുന്നു. ദുബായിൽ ജോലിക്ക് പോകണമെന്ന് ലൈല മനീഷിനോട് പറയുന്നു. എന്നെ നാട് കടത്തിയിട്ട് ലൈല മറ്റാരെങ്കിലും വിവാഹം കഴിച്ചാൽ എല്ലാവരെയും കൊല്ലുമെന്ന മനീഷിന്റെ ഭീഷണി. മനീഷ് നേരെയാവണമെങ്കിൽ താമസം തന്റെ വീട്ടിലാക്കണമെന്ന ചന്ദ്രികയുടെ വാക്ക് കേട്ട് ചന്ദ്രികയെ പുച്ഛിക്കുന്ന മനീഷ്. ഇനി തുടർന്ന് കാണുക. നിന്നെ എങ്ങോട്ടാ ഇടിച്ചു കയറി പോകുന്നത്? ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ഇവിടെ പലരും കാണും. അതിന് നിനക്കെന്താ? എനിക്ക് യതീന്ദ്രൻ സാറിന്റെ ചേട്ടനെ കാണണം. അനിയനെ കൊറേ കണ്ടതല്ലേ, ഇനി ചേട്ടനെ കൂടെ കണ്ടെങ്കിലേ അടങ്ങുക നീ. നിങ്ങളുടെ ഭർത്താവിനെ കാണാൻ നേരത്തെ ഒരു തവണയെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? അയാൾ എന്നെ കാണാനാ എവിടെയാണെങ്കിലും വണ്ടി ഓടിച്ച് വന്നിട്ടുള്ളത്. അത് നീ വശീകരണക്കാരി ആയതുകൊണ്ട്. അഴിഞ്ഞാടി നടക്കുന്നവർക്ക് എന്തു ആവാലോ. അങ്ങനെ ആരെങ്കിലും കണ്ണു കാണിച്ചാ പുരുഷൻ ഓടിപ്പോകുന്നെങ്കിലേ അവന്റെ പെണ്ണിന് സാമർത്ഥ്യം ഇല്ലാത്തോണ്ടാ. ശരിയാ, നിന്റെ അത്ര സാമർത്ഥ്യം എനിക്കില്ല. എന്റെ അത്ര ഇല്ലെന്നേ ഉള്ളൂ. സാമർത്ഥ്യം ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. വേണ്ട, എനിക്ക് യതീന്ദ്രൻ സാറിന്റെ ചേട്ടനെയാ കാണേണ്ടത്. നീ ഇതെങ്ങോട്ടാ? പുള്ളിക്കാരൻ ഇവിടെ ഇല്ല. പുള്ളിക്കാരന്റെ ഭാര്യ കണ്ടാലും മതി. എന്തിന്? സംസാരിക്കാൻ. അനിയൻ കാണിച്ച വൃത്തികേടിന് അവർക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടെന്ന് എനിക്കറിയണം. ഉദയേട്ടന്റെ വൈഫ് ഇവിടെ ഇല്ല. കാർത്തിക നേരെ നിന്ന് സംസാരിച്ചപ്പോഴേ എനിക്കത് തോന്നി. അവര് പുറത്തു പോയിരിക്ക. എപ്പ വരുമെന്ന് അറിയില്ല. എപ്പോഴെങ്കിലും വരുമല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യാം. കണ്ട് സംസാരിച്ചിട്ട് പോവാം. ഇതൊരു വല്ലാത്ത നാശമായല്ലോ. നാശമായി തീർന്നില്ല, തീരാൻ പോകുന്നതേ ഉള്ളൂ. അതിനുള്ള വഴിമരുന്നിട്ടിട്ട് ഭർത്താവ് സ്ഥലം വിട്ടതല്ലേ. യതീന്ദ്രൻ സാർ വിളിക്കാറുണ്ടോ ദുബായിന്ന്? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേറൊരാളോട് അത് പറയേണ്ട ആവശ്യമില്ല. വിളിക്കുന്നില്ലെങ്കിൽ അഥവാ കോളുകൾ തമ്മിൽ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. പുള്ളിക്കാരൻ അവിടെ വല്ല ബ്രാഞ്ചും തുടങ്ങിക്കാണും. ആ ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് വിളി വരാൻ ചാൻസ് ഉണ്ട്. ദേ, ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞിട്ടിരിക്കാൻ ഞാനും. ആണോ? എങ്കിലേ കുഞ്ഞൊരു കാര്യം ചെയ്, കൊണ്ടുപോയി ഒരു കേസ് കൊടുക്ക്. അതെ, കേസ് കൊടുക്കാൻ തന്നെ എന്റെ തീരുമാനം. അതിനു മുമ്പ് കാർത്തികയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. അടുത്ത ആഴ്ച എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അതിന് ഞാനെന്ത് വേണം? നിങ്ങൾ ആ പണം തരണം. ഞാനോ? ഇത്രയും കണ്ണു തുറിക്കണ്ട. പൈസ തരാമെന്ന് കാർത്തിക് എനിക്ക് വാക്ക് തന്നതാ. വാക്കൊന്നുമല്ല, ആവശ്യം വന്നാ ചെറിയ വല്ല സഹായം ചെയ്യാന്ന് പറഞ്ഞു. ഒരു ചെറിയ സഹായം, അത്രേ ഉള്ളൂ. 10 ലക്ഷം രൂപയാണ് ചെറിയ സഹായമെങ്കിൽ വലിയ സഹായം എത്രയായിരിക്കും? 10 ലക്ഷം രൂപ. വല്ലാത്ത ചൂട്. അറിയാത്ത ഭാവം നടിക്കണ്ട. യതീന്ദ്രൻ സാർ കാണിച്ച അതിക്രമത്തിന് പാരിതോഷികമായി 10 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് കാർത്തിക സമ്മതിച്ചതാ. അതിൽ 50,000 രൂപ എനിക്ക് അടുത്ത ആഴ്ച വേണം. ബ്ലാക്ക്മെയിൽ ചെയ്യാണോ നീ? ആണെന്ന് വെച്ചോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ആഴ്ച ഞാൻ വരുമ്പോ 50,000 രൂപ എനിക്ക് കിട്ടണം. എനിക്ക് വേറൊന്നും അറിയണ്ട. എത്ര 50,000 രൂപയോ? ഒരിക്കലും നടക്കില്ല. നടക്കണം. പൈസ എനിക്ക് ആശുപത്രി പോവാനുള്ളതാ. ചുമയും പനിയും വന്നിട്ടല്ല, പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട ചെക്കപ്പിനാ. അതിന് കാരണം ആരാണോ അയാളുടെ ഭാര്യയോടാ വന്ന് ചോദിക്കുന്നത്. തരാൻ കാർത്തികയ്ക്ക് കടമയുണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല. ഇല്ലെങ്കിൽ അയാളെ വിളിക്കേ. മര്യാദയ്ക്ക് 50,000 അയച്ചു തരാൻ പറ. ആവശ്യം എന്താണെന്നും പറ. എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടെന്നാലും മതി. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചേട്ടനും ചേട്ടത്തിയെ സംസാരിക്കാം. കാർത്തിക് ഇടപെടാതിരുന്നാ മതി. അവരെ അറിയട്ടെ. അയ്യോ, എന്നെ കൊണ്ടേ പോവുള്ളെന്ന് ഉറപ്പിച്ചിരിക്കണോ നീ? എനിക്ക് നിങ്ങളെ എന്തിനാ? ആവശ്യത്തിനുള്ള പണം കിട്ടണം. അത് തരാൻ ബാധ്യതയുള്ള ആളുടെ അടുത്താ ഞാൻ വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാ പെട്ടെന്ന് ചെയ്യണം.
എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരടി? ഒരു 7 മാസം കൂടി കഴിയുമ്പോ അതിനുള്ള മറുപടി കിട്ടും. അറിയാലോ പിന്നെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ലൈവായി അറിയണമെങ്കിൽ ലേബർ റൂമിന്റെ മുന്നിൽ വന്ന് നിന്നാ മതിയാവും. പൈസക്ക് ഞാൻ എന്ന് വരണമെന്ന് പറഞ്ഞില്ല. പണത്തിനായി ആരും ഇങ്ങോട്ട് വരണമെന്നില്ല. ദേ വിവരം അറിയും കാർത്തികേ. ഹിരിയേട്ടന്റേതാണെന്ന് പറയുന്ന ഗർഭമാണല്ലോ നിന്റെ തുറുപ്പ് ചീട്ട്. നീ പറയുന്നത് സത്യമാണെങ്കിൽ മാസം തികയട്ടെ, പ്രസവവും നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി. അതിലൊരു വെല്ലുവിളിയുടെ സ്വരമുണ്ട് കാർത്തികേ. നീ ഇത്ര നേരം വെല്ലുവിളിക്കായിരുന്നില്ലേ? ഇനി എന്റെ ഊഴാണെന്ന് കരുതിക്കും. ശരി, ആ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. ദേ സൂചി കൊണ്ട് എടുക്കേണ്ടത് പിന്നീട് തൂമ്പ കൊണ്ട് പോലും എടുക്കാൻ കഴിയാതെ വരും. അത് ഓർക്കുന്നത് കൊള്ളാം. എന്തിനാ തൂമ്പയാക്കുന്നത്? JCB കൊണ്ട് എടുക്കാനും ഞാൻ തയ്യാറാ. ആണല്ലോ? അതെ, അനുഭവിക്കും. അനുഭവിച്ചോളാം. ഒരു മിനിറ്റ്. കഴിഞ്ഞ തവണ നീ മനഃപൂർവ്വം വെച്ചിട്ട് പോയ ഫോട്ടോ. യേശുക്രിസ്തുവിന് കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് അദ്ദേഹം മറ്റാരുടെയും കണ്ണിൽപ്പെട്ടില്ല. ഞാൻ കണ്ടതുകൊണ്ട് എടുത്തു വെച്ചു. ഇതുകൂടി കൊണ്ടുപോ. എടി ലൈലേ, ലൈലേ, ഡീ എടി, അമ്മ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് വാതിൽ തുറക്ക്. ലൈലേ, കഥ കടച്ചേക്ക്. അത്താഴം എടുക്കട്ടെ? വേണ്ട, കഴിക്കാൻ ഒരു മൂടില്ല. മൂടില്ലാത്ത എന്താന്ന് എനിക്ക് മനസ്സിലായി. മനീഷറിന് എവിടെ നീ കള്ളു കുടിക്കാൻ പൈസ? കള്ള ഡേ, മദ്യത്തിന് നീ വെറുതെ കള്ളെന്ന് അപമാനിക്കരുത്. ഡേ, മനീഷിന് സ്മോൾ അടിക്കാൻ കൈ കാശൊന്നും വേണ്ട, ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി. മനസ്സിലായോ? ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ കുറച്ച് തൊലിക്കട്ടിയും വേണം. ഡേ, എങ്ങനെ മനുഷ്യന് തോന്നി ഇങ്ങനെ കുടിച്ച് കൂത്താടി വരാൻ? ഇത് കുറെ കഷ്ടമാ. ആക്ച്വലി ഇന്ന് ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ പ്രേരിപ്പിച്ചു മിസ്സസ് സോമൻ പിള്ള, അതായത് ചന്ദ്രികാദേവി. എന്റെ അമ്മയോ? അല്ലടി, എന്റെ അമ്മായിയമ്മ. ചേട്ടൻ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പോയായിരുന്നോ? വഴി വെച്ച് നിന്റെ അമ്മയെ കണ്ടു. അന്നേരം അമ്മ പറഞ്ഞു മനീഷനോട് പോയി കുടിക്കണോന്ന്. ലൈലേ, ദേ അധികം സ്കോർ ചെയ്യണ്ട നീ. ദേ, കോൺട്രാക്ടർ പനക്കൽ ശിവരാമന്റെയും സുമിത്രയുടെയും മകനാ ഞാൻ. നാട്ടിലെ എന്റെ അച്ഛന് വിലയും നിലയൊക്കെ ഉണ്ടായിരുന്നു. 30 സെന്റ് സ്ഥലത്തായി വീട് നിന്നത്, അറിയോ? ഇന്നോ അച്ഛനുണ്ടോ? നിലയും വിലയുണ്ടോ? 30 സെന്റ് സ്ഥലമുണ്ടോ? ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല മനുഷ്യട്ടാ. പഴയ കഥകൾ പറഞ്ഞ് മേനി നടിച്ച ആളുകൾ കളിയാക്കും. ഇതിലും വലിയ കളിയാക്കലാ നിന്റെ അമ്മ എന്ന് നടത്തിയത്. എന്താ അവര് പറഞ്ഞെന്നറിയോ? എടി, ഞാൻ മാറണമെന്ന്. ഈ വീട്ടിൽ നിന്ന് ഞാൻ നിന്നെ കൊണ്ട് മാറണമെന്ന്. എങ്ങോട്ട്? അങ്ങനെ ചോദിക്ക്. ദേ, നിന്റെ വീട്ടിലേക്ക്. സോമൻപിള്ളയുടെ കോളനി വീട്ടില് പനക്കയിലെ മനീഷ് ഭാര്യയും കൊണ്ട് താമസിക്കണമെന്ന്. അതിനിപ്പോ എന്താ മനുഷ്യരുടെ കുഴപ്പം?
ഞാൻ ഭാര്യ വീട്ടിൽ വന്ന് പൊറുക്കണമെന്നോ? ഡേ ഡേ നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലല്ലേ അല്ലേ? മാനം വിട്ട് ജീവിക്കുന്നതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നടി. ഇതിലെന്താ മാനക്കേട്? നിനക്കത് മനസ്സിലാവില്ല. നിന്റെ അമ്മയായിപ്പോയി. അല്ലെങ്കിൽ ഇന്ന് ചന്ദ്രികാദേവി 2 കാലിൽ നടന്ന് വീട്ടിൽ പോകത്തില്ലായിരുന്നു. ചവിട്ടി കൂട്ടിയാനെ ഞാൻ. മനീഷ് ആരാണെന്ന് അവർക്ക് അറിയത്തില്ല. ഡേ നിനക്കറിയാവോ ഞാൻ ആരാണെന്ന്? അറിയോന്ന്? ഭാര്യ വീട്ടിൽ ദത്ത് നിൽക്കോന്ന് എങ്ങനെ പറയാൻ തോന്നി നിന്റെ അമ്മയ്ക്ക്? ഡേ ആ ടെൻഷൻ കാരണമാ ഇന്നെനിക്ക് മദ്യപിക്കേണ്ടി വന്നത്. കേട്ടോടി? അമ്മ ഉണർന്നു തോന്നുന്നു മനുഷ്യട്ടാ. ആര്? അപ്പുറത്തെ അമ്മ എഴുന്നേറ്റെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് അമ്മയൊന്നും പേടിയില്ല. എനിക്ക് ആരെയും പേടിയില്ല. അമ്മ ഉണർന്ന് ലൈറ്റ് ഇട്ട്. എന്നാ പിന്നെ വിളിച്ചാ ഞാൻ കിടന്നെന്ന് പറഞ്ഞേക്ക്. അതെ, പേടിച്ചിട്ടൊന്നും അല്ല, ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നില്ല. കേട്ടല്ലോ? മഹേഷിന് ഉറപ്പുണ്ടോ അത് നന്ദനയുടെ ആങ്ങള തന്നെയാണെന്ന്? അതെ മാഡം, ആദ്യം ഫോണിൽ സംസാരിച്ചു. നേരിട്ട് കണ്ടപ്പോഴാ എനിക്ക് ആളിനെ പിടികിട്ടിയത്. മനീഷ് അന്നൊരു തവണ ടെക്സ്റ്റൈൽസിൽ വന്ന് എന്റെ കയ്യിന്നല്ലേ കാശ് വാങ്ങിച്ചോണ്ട് പോയത്. അവന് മഹേഷിനെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായെങ്കിൽ ചോദിക്കുമായിരുന്നല്ലോ. അത് നന്ദനയുടെ സ്ഥലം തന്നെയാണോ? സ്ഥലം നന്ദന മാഡത്തിന്റെ. എന്താ പറഞ്ഞേ? അല്ല, നന്ദനയുടെ പേരിലുള്ളത് തന്നെയാ. 40 സെന്റ് ഉണ്ടെന്ന് പറഞ്ഞതോ? അതും സത്യാണ്. ഇപ്പൊ കുറെ വാഴ നിപ്പുണ്ട്. അത് നല്ലതുപോലെ നോക്കുന്നില്ല. മനസ്സ് വെച്ചാ നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്ന മണ്ണാണ്. കൈവശപ്പെടുത്തിയാൽ ഗുണമാണ്. തീർച്ചയായും. പനിക്കര് പോയിട്ട് എങ്ങനെയുണ്ട്? മൊത്തത്തിലൊരു അപാകതയാണ് തോന്നിയത്. ഒക്കെ ആ പയ്യൻ കാരണമാണ്. അവരുടെ അമ്മയാള് പാവാണ്. മഹേഷിനോട് അവര് പറഞ്ഞോ പാവമാണെന്ന്? അത്ര പാവമൊന്നും അല്ല പനിക്കലെ സുമിത്ര. കൊറേ പൊടിച്ചതാ. പ്രശ്നം അവനാ, മനീഷ്. ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത പാർട്ടിയാ. മാഡത്തിന്റെ കൂട്ടത്തിൽ കൂട്ടാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ കൂടെ നിർത്തും? കാല് വാരില്ലെന്ന് ഒരു ഉറപ്പുമില്ല. പച്ചില കണ്ട ആടിന്റെ സ്വഭാവ മനീഷിന്. അങ്ങനെയുള്ള ആടിന് കുറച്ച് റബ്ബറിന്റെ ഇലയോ മരച്ചീന്റെ ഇലയോ കൊടുത്താൽ മതി. മയങ്ങി മയങ്ങി വന്നോളൂ. മഹേഷ് പിന്നെ ഭാഗത്തേക്ക് പോയോ? ഇല്ല മാഡം, 5000 രൂപ അഡ്വാൻസ് മേടിച്ചത് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ്. പോയി വാങ്ങിക്കണം. മഹേഷ് പോണം, പനിക്കലും കയറണം. അവിടുത്തെ യഥാർത്ഥ വിവരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എന്തിനാണെന്നറിയോ? എന്തിനാ മാഡം? ആ 40 സെന്റ് സ്ഥലം മഹേഷിനറിയോ? പലരും കണ്ണുവെച്ച മണ്ണാ അത്. പ്രതാപേട്ടനും രഘുവേട്ടനും പ്രതിഭയും അത് അടിച്ചു മാറ്റാൻ വേണ്ടി പ്ലാൻ ഇട്ടതാ. അവരതിനു വേണ്ടി പോവുകയും ചെയ്തു. പക്ഷേ ഒന്നും നടന്നില്ല. ഇനി നടക്കണം. നമുക്ക് നടത്തിയെടുക്കണം. നന്ദന മാഡം, സോറി, നന്ദന വിചാരിക്കാതെ സാധിക്കുമോ? നന്ദനയുടെ മനസ്സിലെന്താണെന്നറിയില്ല. നമ്മൾ ഇനി അത് അറിയാനും പോകുന്നില്ല. അതുകൊണ്ട് അവൾ അറിയാതെ അവളുടെ സ്വത്ത് എന്റെ കയ്യിൽ വരണം. ഏതിയേട്ടൻ പോലും പിന്നീട് വിവരം അറിയാൻ പാടുള്ളൂ. അത്രയും സ്ഥലം മേടിക്കാനുള്ള പണം? പണമൊക്കെ ഉണ്ടാവും. ഞാൻ 60 ലക്ഷമാണ് പറഞ്ഞത്. ആ കച്ചവടം നടന്നില്ലല്ലോ. ഇനി മഹേഷ് വിചാരിച്ച അതിലും കുറയ്ക്കാൻ പറ്റും. ശ്രമിക്കാം. ഒരു സംശയം ചോദിച്ചോട്ടെ? മഹേഷ് ആ സ്ഥലം കണ്ടതും വാങ്ങാൻ ശ്രമിച്ചതും സ്വന്തമായി വാങ്ങാൻ വേണ്ടിയല്ല, അത് മറ്റാർക്കോ വേണ്ടിയാ. ആരാ മറ്റേ വ്യക്തി? കാർത്തിക മാഡം, പിന്നെ ഇപ്പൊ പറയണമെന്നില്ല, ഞാൻ അറിഞ്ഞോളാം. ശരി മഹേഷേ.
സ്റ്റെല്ല അതെ സാർ. എറണാകുളത്ത് കടവന്ത്രയിൽ താമസിക്കുന്നു. അതെ. കടവന്ത്രയിൽ എവിടെയാണ്? പരാതിയില് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ സാർ. അത് കൃത്യമാണോന്നറിയാൻ വേണ്ടിയാണല്ലോ ചോദിക്കുന്നത്. കടവന്ത്രയില്. ഇനി ചോദിക്കും, അപ്പൊ പറഞ്ഞാ മതി. യതീന്ദ്രവർമ്മയെ എത്ര നാളായി സ്റ്റെല്ലയ്ക്കറിയാം? 4 വർഷമായിട്ട് ഓ, അറിയാം. എങ്ങനെയുള്ള പരിചയമാണ് നിങ്ങൾ തമ്മില്? യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ടതാ. ഡീറ്റെയിൽസ് പറയൂ. കുന്നത്തൂർ ടെക്സ്റ്റൈൽസില് ജോലിക്ക് അപേക്ഷിച്ച് ചെന്നതാ ഞാൻ. എന്ത് ജോലിയാണ് അവിടെ? സെയിൽസ് ഗേൾ ആയിട്ട്. ഓ, എന്നിട്ട്? ഞാൻ ചെന്നപ്പോഴേക്കും ആളുകളെ എടുത്തു കഴിഞ്ഞിരുന്നു. ഉം. അതിലും നല്ല ജോലി തരാന്ന് യതീന്ദ്രൻ സാർ പറഞ്ഞു. നല്ല ജോലി എന്ന് വെച്ചാ? കുന്നത്തൂർ ടൂറിസ്റ്റ് ഹോമിലോ സാറിന്റെ സെക്രട്ടറി ആയിട്ടോ നിയമിക്കാമെന്ന് വാക്ക് തന്നു. ഞാനത് വിശ്വസിച്ചു. പക്ഷെ എന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. പറ്റിക്കപ്പെടാൻ നിങ്ങൾ നിന്നു കൊടുത്ത് എന്തിനാ? ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നു സാർ. ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് പൈസ തരുമായിരുന്നു. എത്ര രൂപ? 5000 10,000 ഒക്കെ തന്നിരുന്നു. എന്ത് മാനദണ്ഡത്തിലാണ് ഇയാൾ യതീന്ദ്രൻ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്? എന്നെ കല്യാണം കഴിച്ച് സംരക്ഷിച്ചോളാന്ന് സമ്മതിച്ചിട്ടാ. ഓഹോ, യതീന്ദ്രന് ഭാര്യയും കുടുംബമുള്ള വിവരം സ്റ്റെല്ലയ്ക്ക് അറിയില്ലായിരുന്നോ? പിന്നെങ്ങനാ അയാൾ തന്നെ കൂടി കല്യാണം കഴിക്കുന്നത്? അത് പുള്ളിക്കാരന്റെ തലവേദനയല്ലേ സാർ? അത് ശരി. പക്ഷേ എല്ലാം വെറുതെയായിരുന്നു. സ്നേഹം അഭിനയിക്കുകയായിരുന്നു ആ മനുഷ്യൻ. അതിനു പകരമായിട്ടാണോ പ്രഗ്നന്റ് ആയിട്ട് അഭിനയിക്കാൻ താൻ തീരുമാനിച്ചത്? അഭിനയമല്ല, ജീസസ് ആണ് ഞാൻ പ്രഗ്നന്റാ. എങ്ങനെ വിശ്വസിക്കും ഞാൻ? ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാം. അതിന്റെ ഉത്തരവാദി യതീന്ദ്രനാണെന്ന് എന്താണ് ഉറപ്പ്? അതിന്റെ ഉത്തരവാദി യതീന്ദ്രനാണെന്ന് എന്താണ് ഉറപ്പ്? തോന്നിയതുപോലെ ജീവിക്കുന്നവളല്ല സാറേ ഞാൻ. ഒരാളെ സ്നേഹിച്ചു, വിശ്വസിച്ചു. അത് അബദ്ധമായി പോയി എന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇയാള് പ്രഗ്നന്റ് ആണെന്ന് യതീന്ദ്രൻ അറിയാമായിരുന്നോ? സംശയം ഉണ്ടായിരുന്നു. അപ്പോഴാ അങ്ങേര് രാജ്യം വിട്ടു പോയത്. എന്നെ ഒന്നും അറിയിക്കാതെയാ സാറേ കടന്നു കളഞ്ഞത്. അതുകൊണ്ട് മനസ്സിലാക്കാലോ കള്ളത്തരം. യതീന്ദ്രൻ തന്റെ ആരോപണം നിഷേധിക്കുകയാണെങ്കിലോ? സത്യമാണെന്ന് തെളിയിക്കും ഞാൻ. അതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ സ്റ്റെല്ലയ്ക്ക് സപ്പോർട്ടിന് ആളുകളുണ്ട്. അവര് പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് പരാതിയുമായി വന്നത്? ആരെയും മുന്നിൽ കണ്ടോണ്ടല്ല ഞാൻ ഇറങ്ങി തിരിച്ചത്. ഒറ്റപ്പെട്ടവളാ സാറേ ഞാൻ. ആദ്യമായിട്ടാ ഒരു ചതി പറ്റിയത്. തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ല. പക്ഷേ യതീന്ദ്രൻ ഇപ്പോൾ രാജ്യത്തിന് വെളിയിലല്ലേ? അതിനാ സാറിന്റെ അടുത്ത് പരാതിയും കൊണ്ടുവന്നത്. അയാൾ എന്നെങ്കിലും തിരിച്ചു വരുമല്ലോ. അന്ന് എനിക്ക് പോലീസിന്റെ സഹായം വേണം. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഹെൽപ്പ് വേണ്ടെന്നാണോ? സാറിന് എന്നെ ഏത് തരത്തിൽ സഹായിക്കാൻ കഴിയും? ഗൾഫിലെ ജോലി കളയിച്ചിട്ട് അയാളെ നാട്ടിലെത്തിക്കാൻ പറ്റുമോ? അതാണ് തന്റെ ലക്ഷ്യം. എനിക്ക് നീതി കിട്ടണം. എന്റെ കുഞ്ഞിന് നീതി കിട്ടണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ എത്രത്തോളം പോവാൻ കഴിയുന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇങ്ങനൊരു പരാതി ഇവിടെ തരേണ്ടത് എന്റെ ആവശ്യമാണെന്ന് തോന്നി. നാളെ ഒരിക്കൽ എനിക്കിത് ഗുണം ചെയ്യും. എന്റെ പരാതി സ്വീകരിച്ചതായി രസീത് വേണം. അപ്പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഒരു 5 മിനിറ്റ്. ശരി സാറേ. വണ്ടിയെ നിർത്തിക്കേ. അയ്യോ, മനീഷേ, അറിയൂ എന്നെ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കുറെ നാളായില്ലേ കണ്ടിട്ട്. നന്ദനെ കാണാൻ വീട്ടിലേക്കങ്ങ് വരാറേ ഇല്ലല്ലോ. വന്ന് കാണാനും മാത്രം വിശേഷം എന്താ ഉള്ളത്? എന്താ മനീഷേ, ആകെ ഒരു സുഖമില്ലാത്ത പോലെ സംസാരിക്കുന്നേ? എനിക്ക് ജോലി ഓഫർ ചെയ്തിട്ട് തന്നില്ലല്ലോ, പിന്നെ എന്തിനു സുഖത്തിൽ സംസാരിക്കണം? ടെക്സ്റ്റൈൽ ഷോറൂമിന്റെ മാനേജറാക്കാം, പർച്ചേസ് സെക്ഷന്റെ ഹെഡാക്കാം, വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും നടന്നോ? അതിനിടയിൽ കുന്നത്തൂര് പല പ്രശ്നങ്ങളായിരുന്നു മനീഷേ. അതിന്റെ പേരിൽ പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ജോലി വാഗ്ദാനം ചെയ്യുക മാത്രമല്ല ഞങ്ങൾ ചെയ്തത്. ഒരു 50,000 രൂപ തന്നില്ലേ,
ഒരു പണിയും ചെയ്യാതെ വെറുതെയാ മനീഷ പണം വാങ്ങിച്ചത്. 50,000 കേസല്ലേ ഉള്ളൂ. അത് ഞാൻ വേണേ തിരിച്ചു തന്നേക്കാം. ഇപ്പൊ വേണോ? എന്നത്താ?